കംഫർട്ടബിളായി ബി ജെ പി ഇത്തവണ സർക്കാർ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തെറ്റും എന്ന് പറയുന്നത് ഓക്കെ, തെറ്റിയിട്ടുണ്ട്. പക്ഷെ അതൊരു മോഹം മാത്രം. നമ്മൾ അവസാനമൊക്കെ നോക്കി അഖിലേഷ് യാദവിന്റെ യോഗങ്ങളിലും രാഹുൽ ഗാന്ധി പങ്കെടുത്ത വരുന്ന ആൾക്കൂട്ടം, അതൊക്കെ വരുമ്പോ ഈ വരുന്ന ആളുകൾ മുഴുവൻ താമര കോട്ടയനാണെങ്കിൽ ഈ ചൂടൊക്കെ കൊണ്ടിട്ട് വരേണ്ട കാര്യമില്ല. ഡൽഹി അത് ഏതാണ്ടോ ഏറെക്കുറെ അത് ശരിയാകും. പക്ഷെ ഹരിയാനയിലും ബീഹാറിലും ഞാൻ എക്സിറ്റ് പോൾ ഫലങ്ങൾ തെറ്റൊന്നും വിശ്വസിക്കുന്നു. 400 സീറ്റുകൾ വിജയിക്കുക എന്നുള്ളത് അവർ കേവലമായ ഒരു ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല. അവർക്ക് 400 സീറ്റിൻ്റെ മാത്രം ബലത്തിൽ ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ മാറ്റുക എന്നുള്ളതാണ്, ഇന്ത്യയുടെ ഫെഡറൽ സ്ട്രക്ചർ മാറ്റുക എന്നുള്ളതാണ്, ഇന്ത്യയുടെ മതേതര സ്ട്രക്ചർ മാറ്റുക എന്നുള്ളതാണ്. ഇക്കുറി നരേന്ദ്രമോദിക്ക് 3-ാം ഊഴം, ഒപ്പം മിഷൻ സൗത്ത് പിടിക്കുക എന്നുള്ളതാണ്. ഏതാണ്ട് അവരുടെ ദൗത്യം വിജയിക്കും എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ ഉത്തർപ്രദേശിന്റെ ഒക്കെ പ്രചാരണത്തിന്റെ ഒക്കെ അവസാന ഘട്ടത്തിൽ ആളുകളുടെ റെസ്പോൺസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊരിക്കലും വോട്ടിൽ പ്രതിഫലിക്കില്ല എന്ന് പറയാൻ ഒരു രഹസ്യ വോട്ടാണല്ലോ, ആളുകൾ സംശയമുണ്ടത്. LDF ഈ പറയുന്നത് പോലെ ഒരു സീറ്റും ഇല്ലാതാവുന്ന ഒരവസ്ഥയോ അല്ലെങ്കിൽ അത്രയും മോശം പ്രകടനത്തിലേക്ക് LDF പോകുമെന്ന് തോന്നുന്നില്ല. രാജ്യം ആര് ഭരിക്കുമെന്നറിയാൻ ഇനിയിപ്പോൾ കുറച്ച് മണിക്കൂറും കൂടി കാത്തിരുന്നാൽ മതി. ഒരുപാട് ചോദ്യങ്ങളുടെ ഒരു അലയൊലിയാണ്. അതിനിടയ്ക്കാണ് ഒരു എക്സിറ്റ് പോൾ കൂടി വരുന്നത്. എക്സിറ്റ് പോൾ ഉണ്ടാക്കി അത്രയും പൊല്ലാപ്പ് വേറെ ഒന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. ചർച്ചകളുടെ മാരത്തോൺ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. ഇതൊക്കെ ചോദിക്കാനുണ്ട്. നമുക്ക് ഓരോരുത്തരായി ചോദിച്ചു തുടങ്ങാം. ഞാൻ ഒറ്റയ്ക്കല്ല, ഇവിടെ ഇനി ഒരാളും കൂടി വരാനുണ്ട്. ഒരാളല്ല, ഒന്നിലധികം ആളുകൾ വരും. ഇവിടെ കിട്ടാവുന്ന ആളുകളെല്ലാം നമ്മൾ സംഘടിപ്പിച്ച് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഉദ്ദേശം. അപ്പോൾ ആദ്യം നമ്മളോടൊപ്പം ചേരുന്നത് ചാനലിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ജിമ്മി ജെയിംസ് ആണ്. ജിമ്മി ചേട്ടാ, നമുക്ക് ആവേശത്തിനൊരു കുറവില്ലല്ലോ അല്ലേ? പറയാം. ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ എക്സിറ്റ് പോൾ വന്നതോടുകൂടി ചർച്ചകൾ അങ്ങോട്ട് കൊഴുക്കാണല്ലോ. ഇതെന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാത്ത ഇതിൽ എനിക്ക് ഭയങ്കര കൗതുകരം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 2014-ലും 2019-ലും ഇതുപോലെ തന്നെ എക്സിറ്റ് പോളുകൾ ഉണ്ടായിരുന്നു. അന്നും ഇതേ തരത്തിലുള്ള പ്രവചനങ്ങളായിരുന്നു. BJPക്ക് അല്ലെങ്കിൽ NDAക്ക് അനുകൂലമായ പ്രവചനങ്ങളായിരുന്നു. പക്ഷെ അന്ന് നമുക്കിത് നീതീകരിക്കാൻ പറ്റുമായിരുന്നു. നമുക്കും കൂടി തോന്നുമായിരുന്നു ഇത് ശരിയാണ്, അങ്ങനെ ഒരു കാര്യം നിലനിൽക്കുന്നുണ്ട്, അത് അങ്ങനെ NDAക്ക് അനുകൂലമായൊരു വേവ് ഉണ്ടെന്ന്. പക്ഷെ ഇത്തവണത്തെ അത് ആളുകളെല്ലാം അമ്പരപ്പിക്കുന്ന തരത്തിൽ ഉള്ളൊരു എക്സിറ്റ് പോളാണ്. ഇത്തവണ നമുക്ക് എന്തുകൊണ്ടാണ് ഇത് ഗ്രൗണ്ടിൽ നിന്ന് ഫീൽ ചെയ്യുന്നതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിനപ്പുറത്തേക്കുള്ള ഒരു എക്സിറ്റ് പോളാണ് ഇത്തവണ വന്നെന്നുള്ളൊരു ഞെട്ടലുണ്ടായിരുന്നു ഇത് വന്നപ്പോൾ? അതിനകത്തൊരു പ്രശ്നം, പഴയ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതാണ് നമുക്കൊരു നീതീകരണം ഉണ്ടെന്ന്. ഇപ്പം 2019 ഇലക്ഷനിലെ ഡിമോണിറ്റൈസേഷനും GSTയും ഒക്കെ വന്നിട്ട് ഈ സർക്കാർ പോകാനുള്ള സാധ്യതകളെക്കുറിച്ച് വളരെ വ്യാപകമായ ചർച്ചകളുണ്ടായിരുന്നു. നമ്മൾ മറന്നുപോയതാണ്. അന്നും വലിയ അതിദേശീയതയുടെ ഒരു എലമെന്റ് ഉണ്ടായിരുന്നു ഈ പുൽവാമ ബാലക്കോട്ട്. അത് ശരിയാണ്. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ഇലക്ഷൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇത് വലിയൊരു പ്രശ്നമാകും എന്ന് തന്നെയാണ് അന്ന് ചർച്ച നടന്നിരുന്നത്. അന്ന് വളരെ കാര്യമായിട്ട് തന്നെ അഭിപ്രായ സർവേകളും തിരിച്ചായിരുന്നപ്പോഴും അങ്ങനെ വരാൻ യാതൊരു സാധ്യതയുമില്ല. ഡിമോണിറ്റൈസേഷന് ശേഷമുള്ള ഒരു ഇലക്ഷൻ, GST നടപ്പാക്കിയതിന് ശേഷം ഇലക്ഷൻ, ഇന്റർനാഷണലി ഉള്ള പല മാതൃകകളൊക്കെ കോട്ട് ചെയ്തിട്ട് വലിയ നെടുങ്കൻ ആർട്ടിക്കിളുകൾ ഞാൻ ഓർക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. നമ്മളത് പലരും ആവശ്യമുള്ളത് നമ്മൾ ഓർക്കാറുണ്ട്. അങ്ങനെയുണ്ട്. അതെ, നമുക്ക് സന്തോഷം തരുന്നതാണ് ഓർക്കാൻ താല്പര്യമുള്ളത് ഓരോരുത്തർക്ക്. ഈ ഇപ്പോൾ എക്സിറ്റ് പോളുകൾ നോക്കുന്ന സമയത്ത് ശരിക്കും ഇത് വിശ്വാസയോഗ്യമാണോ എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. ഇത് ശരിക്കും നമുക്ക് വിശ്വാസയോഗ്യമായ ഒരു പ്രൊജക്ഷൻ ആണോ ഇത്? അതിനകത്തൊരു പ്രശ്നം വെച്ചാൽ, നമുക്ക് ആഗ്രഹമുള്ളത് എന്ത് എന്നുള്ളത് മാറ്റിവെക്കുക. ഇപ്പോൾ EVM റിഗ്ഗിങ് നടക്കാൻ പോകുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കഥകൾക്കിടയിലാണ് ഒപ്പീനിയൻ പോൾ വരുന്നത്. ഒപ്പീനിയൻ പോളും റിഗ്ഡാണ് എന്ന ഒരു സാധനം വരുന്നു. അപ്പോൾ ഇന്ത്യയിലെ 6, 7, 8 അഭിപ്രായ സർവേ നടത്തുന്ന ടീമുകൾ ആണ് ഇപ്പോൾ ഇത് പറയുന്നത്. ഒരേ അഭിപ്രായം പറയുന്നു, ഏതാണ്ട് ഒരേ അഭിപ്രായം. ചിലർ 400 കടക്കുന്നു പറയുന്നു, അത്രയും പറയുന്നില്ല, പക്ഷെ 350 മുകളിൽ എന്ന് എല്ലാവരും പറയുമ്പോൾ, എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുമ്പോൾ അതിനകത്ത് നമുക്ക് മനസ്സിലാവാത്ത, അല്ലെങ്കിൽ അല്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് മനസ്സിലാവാത്ത വേറെ എന്തൊക്കെയോ യുക്തികൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, ഇപ്പോൾ ഇന്ന് ഹിന്ദു പത്രത്തിൽ വന്ന CSDSന്റെ അഭിപ്രായ സർവേ, അവരും പറയുന്നത് അവർ സീറ്റൊന്നും പ്രൊഡിക്റ്റ് ചെയ്തില്ല, പക്ഷേ പോൾ ശതമാനം കൂടുന്നത് 2 മുന്നണികൾക്കും ഏതാണ്ട് 3-3.5% പോളിംഗ് പെർസെൻറ്റേജ് കൂടും എന്നാണ് പറയുന്നത്. BJP 40 ക്രോസ് ചെയ്യുന്നു, ഇന്ത്യ സഖ്യം 20 ക്രോസ് ചെയ്യുന്നു, 19.5-ൽ 23, NDA മുന്നണി 40 മുകളിൽ. അപ്പോൾ ഈ ലോകയുടെ സർവേ, CSDSന്റെ സർവേ, ലോകായുക്ത CSDS സർവേ
മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം അവരാണ് ആദ്യമായിട്ട് പറഞ്ഞത് തൊഴിലില്ലായ്മയും വിലക്കയറ്റവും വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞ അതേ സർവേ പറയുന്നു കംഫർട്ടബിളായി BJP ഇത്തവണ സർക്കാർ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തെറ്റും എന്ന് പറയുന്നത് ഓക്കെ, തെറ്റിയിട്ടുണ്ട്. പക്ഷെ അതൊരു മോഹം മാത്രമാണ്. ചിലപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഇല്ല എന്ന് കരുതുന്നവർക്ക് മനസ്സിലാവാത്ത എന്തൊക്കെയോ സാധനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് ഇതൊരു ലാൻഡ് സ്ലൈഡ് വിക്ടറി ആകുമെന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നുന്നില്ല. ബട്ട് BJP സർക്കാർ ഉണ്ടാക്കാനുള്ള സാധ്യത തന്നെയാണ്. എല്ലാവർക്കും ഒരുപോലെ തെറ്റില്ല എന്നൊരു വിശ്വാസമാണ് അങ്ങനെ കരുതാൻ അടിസ്ഥാനം. തീർച്ചയായും. അപ്പോൾ എനിക്ക് കൗതുകരമായി ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നോർത്ത് ഇന്ത്യ നഷ്ടപ്പെടാൻ സാധ്യത. ഇപ്പോൾ പ്രശാന്ത് കിഷോറൊക്കെ പറഞ്ഞ കാര്യം ഞങ്ങൾ നേരത്തെയും പലരോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രശാന്ത് കിഷോറൊക്കെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, നോർത്തിലും വെസ്റ്റിലുമായിട്ട് നഷ്ടപ്പെടുന്ന സീറ്റുകൾ ഈസ്റ്റിലും സൗത്തിലേക്ക് കോമ്പൻസേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് എത്രത്തോളം നമുക്ക് അംഗീകരിക്കാവുന്ന തരത്തിലാണ് ഇപ്പോൾ വന്നത്? ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ തമിഴ്നാട്ടിൽ 2ന് മുകളിൽ സീറ്റുകൾ ജയിക്കുമെന്ന് പറഞ്ഞു. കേരളത്തിൽ 4ഉം 5ഉം വരെ പ്രഡിക്റ്റ് ചെയ്യപ്പെടുന്നു. അവിടെ നമുക്കിത് ഒരു കൺഫ്യൂഷൻ വരുന്നില്ലേ? ഒരു ചെറിയ പ്രശ്നമുണ്ട്. പക്ഷെ അതെല്ലാം 1 മുതൽ 2 വരെ, തമിഴ്നാട്ടിൽ 1 മുതൽ 3 വരെ. പക്ഷെ നിങ്ങൾ കർണാടകത്തിൽ കയറുമ്പോൾ സ്ഥിതി വ്യത്യാസമാണ്. കർണാടകത്തിൽ കാര്യമായി അവർ സീറ്റ് നേടും എന്നുള്ളതാണ് ഒരു പ്രവചനം. അതുപോലെ തന്നെ ആന്ധ്ര, തെലങ്കാന, ഒഡീഷ വളരെ ക്രൂഷ്യലായിട്ടുള്ള, നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന അവിടെ എന്താകും എന്നുള്ളതിനെ കുറിച്ച് വളരെ ഉദ്വേഗത്തോടു കൂടി ആളുകൾ നോക്കിയിരുന്നതാണ്. അവിടെ BJP പിടിക്കുമെന്ന് പറയുന്നതിന് ഒരു യുക്തിയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതൊരു സാധ്യതയുണ്ട്. ഓക്കെ. ഈ ബീഹാറിൻ്റെ കാര്യം, ബീഹാറിലും ഭയങ്കര തമ്പിങ് മെജോറിറ്റിയാണ് NDA പ്രഡിക്റ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കണ്ടിരുന്നത് തേജസ്വി യാദവ് എന്ന് പറയുന്ന വളരെ ശക്തനായ ഒരു നേതാവ് ഉദിച്ചു വരുന്നു. അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങുകളിലും പൊതുയോഗങ്ങളിലൊക്കെ വലിയ രീതിയിൽ ജനപങ്കാളിത്തം ഉണ്ടാകുന്നു. വലിയൊരു പെർഫോമൻസ് അസംബ്ലി ഇലക്ഷനിൽ കാണിക്കാൻ പറ്റുന്നു. പക്ഷേ ലോക്സഭയിലേക്ക് വരുമ്പം അയാൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന അവസ്ഥയാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ പറയുന്നത്. അങ്ങനെ സംഭവിക്കാൻ പാടുണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെ സംഭവിക്കാൻ നമ്മുടെ മുമ്പിൽ അങ്ങനത്തെ ചരിത്രമുണ്ട്. മധ്യപ്രദേശ് ഇലക്ഷൻ നോക്കൂ, ഇതിനു മുമ്പ് സ്റ്റേറ്റ് ഇലക്ഷനിൽ, അതിനു മുമ്പ് 2019 തൊട്ട് മുമ്പേ 5 സംസ്ഥാനങ്ങൾ തൂത്തുവാരിയ കോൺഗ്രസിന് ആ 5 സംസ്ഥാനങ്ങളിലും അടിപകർന്ന ഒരു കാഴ്ച കണ്ടു. അപ്പോൾ കർണാടകത്തിൽ 12 മാസങ്ങൾക്ക് മുമ്പ് BJPയെ തകർത്ത കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും അടിപതറാം. അപ്പം നമുക്ക് ഇഷ്ടമുള്ള തകർച്ചകൾ കൊള്ളാം, ഇഷ്ടമില്ലാത്ത തകർച്ചകൾ കൊള്ളില്ല എന്ന് പറഞ്ഞതിനകത്തൊരു പ്രശ്നമുണ്ട്. എനിക്ക് അറിയില്ല, എനിക്ക് ദേശീയ തലത്തിൽ കേരളത്തിന് പുറത്ത് അങ്ങനെ വ്യാപകമായി തെരഞ്ഞെടുപ്പിൽ ഞാൻ യാത്ര ചെയ്ത ആളുമല്ല. പക്ഷെ എൻ്റെ ഒറ്റ യുക്തിയേ ഉള്ളൂ, എല്ലാവരും ഒരുപോലെ. വ്യത്യസ്ത അഭിപ്രായമുള്ളവരെ നിങ്ങൾ മാത്രം കണക്കെടുത്താൽ മതി. ഇപ്പം മുഖ്യധാരാ മാധ്യമങ്ങൾ, ഗോഡി മീഡിയ എന്ന് പറയുന്നവരെ നിങ്ങൾ മറന്നേക്കും. പക്ഷേ ഇന്ന് രാവിലെ ഹിന്ദു പ്രസിദ്ധീകരിച്ച ഫലം 40% മുകളിൽ BJP സീറ്റ് നേടും എന്ന് അവർക്കുകൂടി പറഞ്ഞ സ്ഥിതിക്ക് CSDS പോലെ ക്രെഡിബിൾ ആയ ഒരു ഏജൻസി, വിലക്കയറ്റവും തൊഴിലില്ലായ്മ ആയിരിക്കും, രാമക്ഷേത്രം ആയിരിക്കില്ല വിഷയം എന്ന് പറഞ്ഞ അതേ ഏജൻസി അത് പറയുന്നെങ്കിൽ ഷുഡ് ബിലീവ്, യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളണം. അതാവാനാണ് സാധ്യത. ഓക്കെ. അപ്പോൾ എന്നാലും നമ്മൾ പൂർണ്ണമായും സജ്ജമാണ് നാളത്തേക്ക് അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഈ വിശ്വാസ്യതയെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്, എക്സിറ്റ് പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത്. ഇനി സംസാരിക്കാനുള്ളത് വടക്കേ ഇന്ത്യയെക്കുറിച്ചാണ്. വടക്കേ ഇന്ത്യയിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ന്യൂസ് ഡയറക്ടർ ശ്രീജൻ ബാലകൃഷ്ണനാണ്. ശ്രീജൻ ചേട്ടാ പ്ലീസ്. ശ്രീജൻ ചേട്ടൻ ആത്മവിശ്വാസത്തിലാണോ? എന്താ ഇപ്പോഴത്തെ ഒരു മൂടെങ്ങനെയാണ്? ഞാൻ മറ്റേ എക്സിറ്റ് പോൾ റിസൾട്ടിൽ വന്നതിന് ശേഷം യോഗേന്ദ്രനാഥിനെ പലയിടവും തപ്പിയിട്ട് കാണാത്ത ഒരു വിഷമത്തിൽ ഇരിക്കുന്ന ആളാണ്. അപ്പോൾ ഈ വടക്കേ ഇന്ത്യയിലെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ 2 പ്രധാനപ്പെട്ട ആൾക്കാരുടെ ഒരു പ്രവചനമായിരുന്നല്ലോ ഈ എക്സിറ്റ് പോളിന് മുമ്പ് വരുന്നത്, ഇപ്പൊ പ്രശാന്ത് കിഷോറും യോഗേന്ദ്ര യാദവും. അപ്പോൾ സംഗതി വന്നപ്പോൾ പ്രശാന്ത് കിഷോർ പറഞ്ഞ ഒരു തലത്തിലേക്കാണ് ഈ സാധനം മാറിയിരിക്കുന്നത്. അതായത് വെസ്റ്റിലും നോർത്തിലും നഷ്ടപ്പെടുന്ന സാധനങ്ങൾ ഈസ്റ്റും സൗത്തുമായിട്ട് പിടിക്കുന്ന രീതിയിലാണ് ഈ സാധനം വന്നിരിക്കുന്നത്. അപ്പോൾ വടക്കേ ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യ സഖ്യം ഒരുപാട് പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്. ഇപ്പോൾ അതിൽ പക്ഷെ നമുക്ക് ഞെട്ടലുണ്ടാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ UP സീറ്റ് കൂടുമെന്ന് പറയുന്നത്, 64 മുതൽ 69 വരെയൊക്കെ പോകുന്ന പറയുന്നത്. അതുപോലെ ബീഹാറിൽ നമ്മൾ വലിയൊരു ഇമേജായി ഉയർന്നു വന്നു എന്ന് നമ്മൾ വിചാരിച്ച തേജസ്വി യാദവിന് വലിയ ചലനമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്നും NDA വലിയ മെജോറിറ്റിയിലാണ് അവിടെ വിജയിക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത്. എന്താ നോർത്ത് ഇന്ത്യ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇതില് ഈ ബീഹാറിന് എപ്പോഴും ഒരു പ്രത്യേകത തോന്നിയിട്ടുള്ളത്, ഇതിനു മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ, എക്സിറ്റ് പോളെല്ലാം തെറ്റുന്ന ബീഹാർ. ബീഹാറിലെ വോട്ടർമാരെ എക്സിറ്റ് പോളിൽ സത്യം പറയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു റീഡിങ്. അതുകൊണ്ട് തന്നെ ബീഹാറിൽ ഒരു പക്ഷേ
തേജസ്വി യാദവ് നമ്മുടെ RJD കോൺഗ്രസ് സഖ്യത്തിനൊക്കെ അവരുടെ ഒരു സഖ്യത്തിന് നല്ല മുന്നേറ്റം ഉണ്ടാകാൻ ഇപ്പോഴും ഞാൻ സാധ്യത കാണുന്നുണ്ട്. പക്ഷേ UPയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടാം ഘട്ടത്തിന് ശേഷം പ്രധാനമന്ത്രി ഉയർത്തിയ ഒരു അതിതീവ്ര ഹിന്ദുത്വ മോഡൽ അവിടെ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ്. ഒരു പക്ഷേ അത് തന്നെ ആയിരിക്കും അദ്ദേഹത്തിന്റെ ഉദ്ദേശവും. കാരണം 80 സീറ്റുള്ള സ്ഥലത്തെ പരമാവധി വാങ്ങിയെടുക്കാൻ ഇതേ ഉള്ളൂ വഴി. അത് ഇപ്പോഴൊന്നും അല്ല. നിങ്ങൾ 2004 നോക്കിയാലും 2004 വാജ്പേയിയുടെ തോൽവിക്ക് ശേഷം ഗോവയിൽ നടക്കുന്ന ചിന്തൻ ശിബിറില് മോഡിയുടെ പ്രസംഗമുണ്ട്. അന്ന് വാജ്പേയി മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചത് കൊണ്ട് മാത്രമാണ് തോറ്റതെന്നും ആ രീതിയിൽ ഉറുദു അധ്യാപകരെ നിയമിക്കുന്ന ഒരു പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നു. ആ പദ്ധതിയൊക്കെ വന്നതോടുകൂടി നമ്മുടെ കോർ വോട്ടേഴ്സ് പോയി എന്നും നമ്മൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, മുസ്ലിം റിസർവേഷൻ എതിർക്കണം. അന്ന് അതിന്റെ ഒരു കറക്റ്റീവ് കോഴ്സ് മോഡി അന്ന് 2004 പ്രസംഗിച്ചത് ഇതേ സ്ട്രാറ്റജി. മുസ്ലിം റിസർവേഷൻ കോൺഗ്രസ് പറയുമ്പോൾ നമ്മൾ എതിർക്കണം. അത് തന്നെയാണ് അയാൾ ഇപ്പോഴും എംപ്ലോയ് ചെയ്യുന്നത്. അപ്പൊ UP ഒരുപക്ഷെ ആ ഒരു പഴയ ഭിന്നിപ്പിച്ച് ഭൂരിപക്ഷത്തെ ഒരുമിച്ച് കൂടെ നിർത്തുക എന്നുള്ള ഒരു തന്ത്രം വിജയിച്ചു കൊണ്ട് ആകണം ഇത്രയും സീറ്റുകൾ ഇപ്പോൾ എക്സിറ്റ് പോളിലേക്ക് പ്രഡിക്ഷൻ വന്നിരിക്കുന്നത്. പക്ഷെ എങ്കിലും എൻ്റെ ഒരു തോന്നുന്നു നമ്മൾ അവസാനമൊക്കെ നോക്കി അഖിലേഷ് യാദവിന്റെ യോഗങ്ങളിലും രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന വരുന്ന ആൾക്കൂട്ടം അതൊക്കെ വരുമ്പോ ഈ വരുന്ന ആളുകൾ മുഴുവൻ താമരക്കോട്ടയിലാണെങ്കിൽ ഈ ചൂടൊക്കെ കൊണ്ടിട്ട് വരേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു സാധനം കിടപ്പുണ്ട്. പക്ഷെ കൂടുമോ എന്നാലും ഒരുപക്ഷെ അധികം ഒന്നും ഉണ്ടാവില്ല. ഒരു 60 സീറ്റൊക്കെ അപ്പോഴും കംഫർട്ടബിളി BJPക്ക് കിട്ടണമെന്ന് തന്നെയാണ് തോന്നുന്നത്. 2 സംസ്ഥാനങ്ങൾ ചോദിക്കാനുള്ളത്, ഒന്ന് ഹരിയാന, ഒന്ന് ഡൽഹിയാണ്. ഹരിയാന നമ്മൾ കർഷക സമരം അതുപോലെ ഗുസ്തി താരങ്ങളുടെ സമരമൊക്കെ സ്വാധീനിക്കപ്പെടുമെന്ന് വിചാരിച്ച സംസ്ഥാനമായിരുന്നു. അതുപോലെ ഡൽഹി കെജ്രിവാളിന്റെ അറസ്റ്റിലൂടെ വലിയൊരു ഓളമാണ് അവിടെ ആം ആദ്മി ഉണ്ടാക്കിയെടുത്തത്. അതുപോലെ ഒരു കെജ്രിവാൾക്ക് ഈ ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞ് പുനരവതരിപ്പിക്കുന്ന രീതിയിലേക്ക് അത് മാറിയിരുന്നു. അപ്പോൾ ഈ 2 സംസ്ഥാനത്ത് ഇപ്പോൾ ഡൽഹിയിൽ 7 ജയിക്കുമെന്നാണ് പറയുന്നത്. ഹരിയാനയിലാണെങ്കിൽ കഷ്ടി 3 സീറ്റൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഹരിയാനയിൽ ഈ സഖ്യത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. ഈ ബഹളമൊന്നും ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ ഒരുപക്ഷെ ഹരിയാനയിലെയും റിസൾട്ട് എക്സിറ്റ് പോളിന് തുല്യമായിട്ട് വരാൻ സാധ്യതയില്ല. ഞാൻ നോക്കിയിട്ട് ഹരിയാനയിൽ കുറച്ചുകൂടെ ഗ്രാസ് റൂട്ടിൽ മൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ വിഷയങ്ങൾ തന്നെ കാരണം അവിടെ ജനങ്ങൾ മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു BJPക്കാർക്ക് പലയിടത്തും പ്രചരണം നടത്തുന്നതിൽ തന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഹരിയാനയിൽ ഒരു പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ സീറ്റ് കോൺഗ്രസിന് കിട്ടിയേക്കാം. പക്ഷെ ഡൽഹിയെ സംബന്ധിച്ച് എന്താ സംഭവിച്ചിരിക്കുന്നത്, ഈ പറയുന്ന സഖ്യം, ഈ AAP കോൺഗ്രസ് സഖ്യം ഒരിക്കലും ഒരു ഗ്രാസ് റൂട്ട്സിൽ അതിന്റെ ഒരു സ്പിരിറ്റിൽ വന്നിട്ടില്ല. നമ്മുടെ കോൺഗ്രസ് പ്രസിഡന്റ് അവസാനം രാജിവെച്ച് പോയതിനുള്ള സാധനമുണ്ടല്ലോ. ഇവർ തമ്മിൽ തലേദിവസം വരെ ഇപ്പൊ കേരളത്തിൽ ഒരു കോൺഗ്രസ് CPM സഖ്യം ഉണ്ടായി മത്സരിക്കുന്ന അതേ രീതിയാണ് ഡൽഹിയിലെ ഈ സഖ്യം വന്നത്. ഒരു പക്ഷേ അത് ചിലപ്പം വർക്കൗട്ട് ആയിട്ടില്ല എന്ന് വേണം നമ്മൾ അതിൽ നിന്ന് അനുമാനിക്കുന്നത്. ഇപ്പൊ കെജ്രിവാളിന്റെ ക്യാമ്പയിനൊക്കെ ഉണ്ടായിരുന്നപ്പോഴും ചിലപ്പോൾ 1-2 സീറ്റ് AAP ജയിച്ചേക്കും. പക്ഷെ കോൺഗ്രസിനൊന്നും കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെ വരുമ്പോഴേ 7 എന്ന് പറയുന്നത് ചിലപ്പോൾ 5-2 AAPക്ക് 2 സീറ്റൊക്കെ ചിലപ്പോൾ കിട്ടിയേക്കും. അതിനപ്പുറത്തേക്ക് ഡൽഹി അത് ഏതാണ്ട് ഏറെക്കുറെ അത് ശരിയാകും. പക്ഷെ ഹരിയാനയിലും ബീഹാറിലും ഞാൻ എക്സിറ്റ് പോൾ അല്ലെങ്കിൽ തെറ്റൊന്നും വിശ്വസിക്കുന്നുണ്ട്. ഈ മഹാരാഷ്ട്ര, രാജസ്ഥാൻ എടുക്കുകയാണെങ്കിൽ എക്സിറ്റ് പോൾ ഏകദേശം നമ്മളൊക്കെ നേരത്തെ വിലയിരുത്തിയതിന് സമാനമായ ഒരു കാര്യമാണ്. ഇപ്പോൾ രാജസ്ഥാനിലൊരു 10 to 12 ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു 6 to 7 ആണ് ഇപ്പോൾ പറയുന്ന സാധനം. അതുപോലെ മഹാരാഷ്ട്രയിലേക്ക് എത്തിയാൽ ടൈറ്റ് ആകുമെന്ന് പറയുന്നത് 24-23 എന്നുള്ള രീതിയിൽ രണ്ടുപേരും ഇന്ത്യ സഖ്യം NDA വരും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഈ 2 സംസ്ഥാനങ്ങളാണ് അതും ഏതാണ്ട് ഏറെക്കുറെ അങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നു. മഹാരാഷ്ട്ര ഈ പറയുന്ന പോലെ എന്നാലും ഒരുപക്ഷെ കുറച്ചുകൂടെ മുന്നേറ്റം ചിലപ്പോൾ അവിടെ ഇന്ത്യ സഖ്യത്തിന് കിട്ടിയേക്കാം, കുറച്ചുകൂടെ മുന്നേറ്റം. പക്ഷെ രാജസ്ഥാനിൽ എനിക്കൊന്ന് ഇത്രയൊക്കെ ആണെങ്കിൽ രാജസ്ഥാനിൽ ഈ നേരത്തെ പറഞ്ഞ അജണ്ട വർക്കൗട്ട് ഇപ്പൊ UPയിൽ വർക്ക് ചെയ്ത അതേ ഫോമുല ഈ തീവ്ര ഹിന്ദുത്വം വർക്ക് ചെയ്യാവുന്ന ഒരു സംസ്ഥാനമാണ് രാജസ്ഥാൻ. അപ്പൊ ആ ഒരു മെച്ചം അവസാനം രാജസ്ഥാനിൽ കിട്ടിയേക്കാം. അപ്പൊ അതുകൊണ്ട് പക്ഷെ മഹാരാഷ്ട്രയിൽ ഒരുപക്ഷെ കുറച്ചുകൂടെ നന്നായി മുന്നേറി വരാൻ സാധ്യതയുണ്ട്. ഈ NCPയുടെയും ശിവസേനയുടെ ഒക്കെ ഭാവി നിർണ്ണയിക്കുന്ന അതെ അതിൽ യഥാർത്ഥ NCP യഥാർത്ഥ ശിവസേനയും മിക്കവാറും ഇപ്പം തിരിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. ഉദ്ധവും ശരത് പവാർ തന്നെയാണെന്ന് തെളിയിക്കാവുന്ന വിധി ഉണ്ടാകാൻ സാധ്യതയുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി നമ്മളോടൊപ്പം ചേരുന്നത് ഈ ഡിജിറ്റലിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ NK ഭൂപേഷാണ്. ഭൂപേഷേട്ടൻ ഇവിടെ ഉണ്ട്. ഭൂപേഷേട്ടാ ബാ. ഇതാ ഭൂപേഷേട്ടൻ്റെ മുഖത്തൊരു പ്രസാദക്കുറവുണ്ടോ? പ്രസാദക്കുറവില്ല. ഇല്ലല്ലേ? ആശങ്കയൊന്നുമില്ല? ആശങ്കയില്ല. രാവിലെ 11 മണി വരെ എങ്കിലും നീണ്ടു നിൽക്കുന്ന പ്രതീക്ഷ, ഒരു രാഷ്ട്രീയ ശുഭാപ്തി വിശ്വാസം എനിക്കിപ്പോഴും ഉണ്ട്. 11 മണി കഴിഞ്ഞാൽ അത് മങ്ങുമെന്നുള്ളൊരു പേടിയുണ്ടോ? അത് ആ സമയത്ത് നോക്കാം. പക്ഷേ അങ്ങനെ ഒരു സംഗതി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇതുവരെയുള്ള വന്ന സർവേകളിലെ ഈ കണക്കുകളിലെ വല്ലാത്ത ഒരു പൊരുത്തക്കേട്, അതിൽ വലിയ പ്രതീക്ഷ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ചർച്ച മൊത്തം എക്സിറ്റ് പോളിനെ ബേസ് ചെയ്തിട്ടാണല്ലോ. എക്സിറ്റ് പോൾ എന്ത് സംഭവിക്കും, അത് ശരിയാവോ തെറ്റാവോ എന്നൊക്കെയുള്ള സാധനമാണോ? ശരിയാവുകയാണെങ്കിൽ, അതാണ് നമ്മളെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ശരിയാവുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്ന ഒരു സാധനമുള്ളൂ. ഒന്ന്, BJP ഭയങ്കര ഭൂരിപക്ഷത്തോടെ വരുന്നു, വീണ്ടും തമ്പിങ് മെജോറിറ്റിയിൽ വരുന്നു. പിന്നെ ഇന്ത്യ സഖ്യത്തിന് ഇനിയൊരു പുനരുജ്ജീവിക്കാനുള്ള ഒരു ഊർജ്ജം ബാക്കിയുണ്ടാവോ എന്നൊക്കെയുള്ള ചോദ്യമുണ്ടല്ലോ. എന്താ തോന്നുന്നത്? ഇതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ഇലക്ഷനിലൂടെ മാത്രം പരിഹരിക്കപ്പെടാവുന്ന ഒരു രാഷ്ട്രീയ അവസ്ഥയിലല്ല യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യം കഴിഞ്ഞ 10 വർഷമായിട്ട് നീങ്ങി എത്തിയിട്ടുള്ളത്. അത് വലിയൊരു ജനകീയ പ്രക്ഷോഭത്തിൻ്റെയും അല്ലെങ്കിൽ ജനകീയ ചെറുത്തുനിൽപ്പിൻ്റെയും കൂടി ഭാഗമായിട്ട് തിരുത്തപ്പെടേണ്ട നിരവധി സംഗതികൾ യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ 10 വർഷത്തെ NDAയുടെ ഭരണം മൂലം ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പ്രതീക്ഷിക്കാവുന്നത് ഒരു തെരഞ്ഞെടുപ്പിലൂടെ അത് മാറ്റാം. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിലൂടെ തന്നെയാണ് മാറ്റാൻ പറ്റുക. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള പരാജയമോ തിരിച്ചടികളോ ഉണ്ടായാലും ആ ചെറുത്തുനിൽപ്പും തെരുവുകളിൽ നടക്കുന്ന സമരങ്ങളും, ഇപ്പോൾ കർഷക സമരങ്ങളും നമ്മൾ കണ്ടു, CAA കാലത്തുള്ള ബഹുജന പ്രക്ഷോഭങ്ങൾ കണ്ടു. ഇത്തരം പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും രൂപപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയം ഇന്ത്യയിൽ ഓൾറെഡി രൂപപ്പെട്ടിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പിലെ ഫലം എന്തായാലും അത് കൂടുതൽ കരുത്താർജിക്കുകയും ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് ടെൻഡൻസികളെ അല്ലെങ്കിൽ സെക്യുലർ വിരുദ്ധമായ ഹിന്ദുത്വ തേരോട്ടത്തിനെതിരായ ചെറുത്തുനിൽപ്പ് പാർലമെൻറ്റിന് പുറത്തും അതിഗംഭീരമായി തന്നെ ഉണ്ടാകും. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിലെ പരാജയത്തോടു കൂടി ഇന്ത്യ പൂർണ്ണമായി ഒരു ഏകാധിപത്യ രാജ്യമായി അവിടെ ഇനി ഈ ഫാസിസ്റ്റ് ശക്തികളുടെ ഒരു നിലപാടുകളും നയങ്ങളും മാത്രമായിരിക്കും നടപ്പിലാക്കുക. അതിൽ നമുക്കൊന്നും ഇനി ചെയ്യാനില്ല. വളരെ രാഷ്ട്രീയമായി നിസ്സഹായരാക്കപ്പെട്ട ഒരു ജനതയായി ഇന്ത്യ തുടരുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് വലിയൊരു പ്രക്ഷോഭത്തിലേക്കൊക്കെ മാറും, ചെറുത്തുനിൽപ്പുണ്ടാവും, സമരങ്ങളുണ്ടാവും, അങ്ങനെയൊക്കെ വരും. പക്ഷേ സ്വാഭാവികമായിട്ടും ഇതിനെ ഒക്കെ ഏറ്റവും ഗുണം ചെയ്യുക തെരഞ്ഞെടുപ്പിലെ വിജയം തന്നെയാണ്. ആ തെരഞ്ഞെടുപ്പിലെ വിജയം വളരെ പ്രധാനപ്പെട്ടതാണ് മതേതര ശക്തികളെ സംബന്ധിച്ചിടത്തോളം. അത് ആ സാധ്യത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 11 മണി വരെയെങ്കിലും ആ രാഷ്ട്രീയ ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. ഒന്നിടപെട്ടാൽ ഇപ്പോൾ അമിത്ഷാ, മോദി, 2 നേതാക്കളുണ്ടാവും. രണ്ടുപേരും ശക്തരായി നിൽക്കുകയാണ്. അവരിലൂടെയാണ് ഈ സാധനം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊത്തം മെഷീനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇങ്ങനൊരു റിസൾട്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ, എക്സിറ്റ് പോൾ പറയുന്നൊരു റിസൾട്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ ഇവരിലേക്ക് ഈ അധികാരം മുഴുവനായി എത്തുന്നൊരു അവസ്ഥ ഉണ്ടാവുമല്ലോ. അത് BJPക്കുള്ളിൽ തന്നെ പല അസ്വാരസ്യങ്ങളുണ്ട് എങ്കിൽ കൂടി ഈ 2 നേതാക്കൾ ഇതാണ് റിസൾട്ട് എങ്കിൽ ഈ 2 നേതാക്കളുടെ ഒരു അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ട്? അത് വളരെ വ്യക്തമായിട്ട് നേരത്തെ തന്നെ അവർ തന്നെ അല്ലെങ്കിൽ BJP തന്നെ അത് പല രീതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 400 സീറ്റുകൾ ജയിക്കുക എന്നുള്ളത് അവർ കേവലമായ ഒരു ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല. അവർക്ക് 400 സീറ്റിൻ്റെ മാത്രം ബലത്തിൽ ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ മാറ്റുക എന്നുള്ളതാണ്, ഇന്ത്യയുടെ ഫെഡറൽ സ്ട്രക്ചർ മാറ്റുക എന്നുള്ളതാണ്, ഇന്ത്യയുടെ മതേതര സ്ട്രക്ചർ മാറ്റുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇന്ത്യയെ ഒരു ഹിന്ദു രാജ്യമാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇവിടെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും മറ്റ് മതന്യൂനപക്ഷങ്ങളെയും പൂർണ്ണമായി ഒരു സൈഡ് ലൈൻ ചെയ്യുന്ന ഒരു നയപരിപാടികളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ആ നയങ്ങൾ കൂടുതൽ തീവ്രമാക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഇത്രയും വലിയ ഭൂരിപക്ഷം വരികയാണെങ്കിൽ അതിനുള്ള രാഷ്ട്രീയ സാഹചര്യം ഞാൻ ഇപ്പോഴും കാണുന്നില്ല. ഈ പറയുന്ന പോലുള്ള ഒരു വലിയ മുന്നേറ്റത്തിനുള്ള രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് അത് ഉണ്ടാവുമെന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. ഇനി അത് ഉണ്ടായാൽ അത്തരത്തിലുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടാകുമ്പോൾ ഇപ്പുറത്ത് മറുവശത്ത് അതിഭീകരമായ അതിശക്തമായ രാഷ്ട്രീയമായ ചെറുത്തുനിൽപ്പും യഥാർത്ഥത്തിൽ ഉണ്ടാവും. വളരെ ക്വിക്കായിട്ട് ഒറ്റ കാര്യം കൂടി ചോദിക്കാം. അതായത് ഇന്ത്യ സഖ്യത്തിന് എന്ത് സംഭവിക്കുന്നു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു വരാനുള്ള ഊർജ്ജം ഉണ്ടാവുമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തകർന്നു പോവോ എന്താ തോന്നുന്നത്? ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം തകർന്നു പോകുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം ഇന്ത്യ സഖ്യം വളരെ ബഹുസ്വര സ്വഭാവമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ഒരു പൊളിറ്റിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റാണ്. അത് ഒരു ദിവസം കൊണ്ട് അവസാനിച്ചു പോകാൻ സാധ്യതയില്ലാത്ത ഇന്ത്യയിലെ ഹിന്ദുത്വ വിരുദ്ധരായ ശക്തികളുടെ ഒരു കൂട്ടായ്മ, ഒരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിലൂടെ മാത്രമേ ഇന്ത്യയിലെ മതേതര വിശ്വാസികളുടെയും മതന്യൂനപക്ഷത്തിൻ്റെയും അല്ലെ എല്ലാ തരത്തിലുള്ള ജനാധിപത്യ വിശ്വാസികളുടെയും രാഷ്ട്രീയ ഇച്ഛാശക്തി പ്രകടിപ്പിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് അതിനൊന്നും പ്രത്യേകമായിട്ട് സംഭവിക്കില്ല. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന നേതാക്കളുടെ രാഷ്ട്രീയ ഭാവനയ്ക്ക് കൂടി അനുസരിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഭാവിയിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാനും കഴിയും. ഓക്കെ, അപ്പോൾ എന്തായാലും 11 മണി വരെ എല്ലാവിധ ശുഭാപ്തി വിശ്വാസം ഉണ്ടാകുന്നതാണ് ഭൂപേഷേട്ടൻ പറയുന്നത്. അപ്പോൾ എന്തായാലും ആ ആവേശം അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഉറപ്പായിട്ടും. ഓക്കെ, തെക്കേ ഇന്ത്യയിൽ നമുക്ക് മറ്റൊരു സ്പെഷ്യലിസ്റ്റിനെ കിട്ടിയിട്ടുണ്ട്. അത് സുബീഷ് ചേട്ടനാണ്. സുബീഷ് തെക്കോട്ട്. സുബീഷ് ചേട്ടാ വാ. സുബീഷ് ചേട്ടൻ എന്താ? അതെ, ചർച്ച എന്ന് പറഞ്ഞാൽ എന്തായാലും നാളെ കൂടിയല്ലേ ഉള്ളൂ. അതെ, മൈക്ക്. അപ്പോൾ ഇപ്പോൾ ആവേശത്തിന് കുറവൊന്നുമില്ലല്ലോ അല്ലേ? ഒരു കുറവുമില്ല. അതെ, ആവേശം ചോരാതെ. അതെ. അപ്പോൾ തെക്കേ ഇന്ത്യയാണ് നമുക്ക് അറിയേണ്ടത്. തെക്കേ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ റിസൾട്ട് ഇപ്പോൾ ഈ പറയുന്ന എക്സിറ്റ് പോളൊക്കെ വരുന്ന സമയത്ത് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രശാന്ത് കിഷോർ പറഞ്ഞ ആ ഒരു പ്രഡിക്ഷനെ ശരിവെക്കുന്ന രീതിയിലാണ് എക്സിറ്റ് പോൾ വരുന്നത്. അതായത് നോർത്ത് ഇന്ത്യയിൽ കുറയുന്നത് സൗത്തിലും ഈസ്റ്റിലുമായിട്ട് കോമ്പൻസേറ്റ് ചെയ്യും എന്നുള്ള രീതിയിലാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നത്. അതിൽ നമ്മൾ ഞെട്ടിച്ച കാര്യം എന്ന് വെച്ചാൽ കർണാടകയാണ്, തെലുങ്കാനയാണ്, ആന്ധ്ര പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ആന്ധ്രയും ഈ പറഞ്ഞ പോലെ വലിയ സ്ട്രോങ് ഹോൾഡായിട്ട് NDAക്ക് വരാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ കർണാടകയിലും ശരിക്കും തെലുങ്കാനയിലൊക്കെ എന്ത് സംഭവിച്ചു എന്നാലോചിച്ചോ ഇത് ഫസ്റ്റ് വന്നപ്പോൾ? BJPയെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ 2024 അവർക്ക്
അല്ലെങ്കിൽ തന്നെ ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. അതായത് ജിഷ്ണുവിനറിയാം എവിടെയാണോ സീറ്റ് കുറയാൻ സാധ്യതയുള്ളത് ആ ഒരു കുറവ്, ആ ഒരു നഷ്ടം മറ്റൊരിടത്ത് നികത്തുക എന്നുള്ളൊരു സ്ട്രാറ്റജി അവർക്ക് മുമ്പേ ഉണ്ട്. അങ്ങനെ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം BJPക്ക് അകത്തുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൂടി ആയിരിക്കണം അവർ തവണ മുന്നോട്ട് വെച്ച ഒരു ഫോർമുല എന്ന് പറയുന്നത് മിഷൻ സൗത്ത് എന്നുള്ളതാണ്. അതായത് സൗത്ത് പിടിക്കുക എന്നുള്ളതാണ്. സൗത്തിൽ അവർക്ക് കാര്യമായിട്ടുള്ളൊരു ആധിപത്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇക്കുറി നരേന്ദ്രമോദിക്ക് 3-ാം ഊഴം, ഒപ്പം മിഷൻ സൗത്ത് പിടിക്കുക എന്നുള്ളതാണ്. ഏതാണ്ട് അവരുടെ ദൗത്യം വിജയിക്കും എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് കർണാടകവും ആന്ധ്രയും. ഇപ്പോൾ കർണാടകത്തെ സംബന്ധിച്ച് ഞാനൊക്കെ നേരത്തെ ചർച്ചയിൽ പറഞ്ഞിരുന്നത്, ഇപ്പോൾ തെലങ്കാനയിൽ കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുള്ളൊരു വലിയ വിക്ടറി ഉണ്ടല്ലോ, രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന ഒരു ഫയർ ബ്രാൻഡ് മാജിക്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാറ്റ് കർണാടകത്തിൽ ആഞ്ഞു വീശിയിട്ടുണ്ട്. തെലങ്കാനയിൽ അത് ഓൾറെഡി ഉണ്ട്. അപ്പോൾ കർണാടകത്തിൽ ഒപ്പം ഈ പ്രജ്വൽ രേവണ്ണ കേസ് BJPക്ക് തിരിച്ചടിയാവുന്നു. കർണാടകയിലെ തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പിലെ വിജയവും കർണാടകത്തിൽ തന്നെ സിദ്ധരാമയ്യ സർക്കാർ അവിടെ അധികാരത്തിൽ വരുന്നു. പിന്നെ ഈ രേവന്ത് റെഡ്ഡിക്ക് പിന്നിൽ പോലും പ്രവർത്തിച്ചിട്ടുള്ള DK ശിവകുമാർ എന്ന് പറയുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡർ. അപ്പോൾ അതുകൊണ്ട് തന്നെ കർണാടകത്തിൽ BJPക്ക് വലിയ ഒരു മുന്നേറ്റം ഉണ്ടാവും എന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഒപ്പം ഈ JDS സഖ്യം, ഈ പ്രജ്വൽ രേവണ്ണ കേസ്, അതൊക്കെ തിരിച്ചടിയാവും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ കർണാടകത്തിൽ നേരത്തെ BJPക്ക് 24 or 25 സീറ്റ്, NDA സഖ്യത്തിന് +1 സുമലത മത്സരിച്ച് ജയിച്ച ഒരു സീറ്റും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഏതാണ്ട് അത്രയും സീറ്റ് ലഭിച്ചേക്കാം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ സത്യം പറഞ്ഞാൽ അത് അവിശ്വസനീയമാണ്. പക്ഷേ എങ്കിൽ പോലും രാഷ്ട്രീയമാണ്, തെരഞ്ഞെടുപ്പാണ്, ചിലപ്പോൾ സംഭവിച്ചേക്കാം. അപ്പോൾ കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് ഇപ്പം ഇത്തരം സംഭവങ്ങൾക്ക് തിരിച്ചടിയാവും എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഒരു പക്ഷേ കർണാടകത്തിലോ അതല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലോ ഇതൊന്നും ചിലപ്പോൾ ജനങ്ങൾ ഒരു വിധിയെഴുത്തിനുള്ള മാനദണ്ഡമാക്കി പരിഗണിക്കണം എന്നില്ല. പിന്നെ പ്രജ്വൽ രേവണ്ണയുടെ കേസിൽ സംഭവിച്ചത്, അത് ഫസ്റ്റ് ഫേസ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ കേസ് മുഖ്യധാരയിലേക്ക് വരുന്നത് തന്നെ, ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ പുറത്താവുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ പറയുന്ന പോലെ അവിടെ സിദ്ധരാമയ്യയ്ക്കും ഖാർഗെയ്ക്കൊക്കെ സ്വാധീനമുള്ളൊരു 17 മണ്ഡലങ്ങളുണ്ട്. അതിനപ്പുറം ഉള്ള മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ BJP JDS സഖ്യം ഗുണം ചെയ്തേക്കാം. അങ്ങനെയാണെങ്കിൽ NDA സഖ്യത്തിന് ഈ പറഞ്ഞ പോലെ ഒരു 20 അല്ലെങ്കിൽ അതിലധികമോ സീറ്റ് കിട്ടിയേക്കാം. എങ്കിലും എനിക്ക് അവിശ്വസനീയമെന്നാണ് ഈ എക്സിറ്റ് പോൾ റിപ്പോർട്ടുകളെ പരിഗണിക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഈ പറഞ്ഞ പോലെ ഒരു 25 സീറ്റൊക്കെ NDA സഖ്യത്തിൽ അല്ലെങ്കിൽ BJPക്ക് കിട്ടുന്ന രീതിയിലുള്ളൊരു വലിയ വിജയത്തിലേക്കൊന്നും കർണാടക പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആന്ധ്രയെ സംബന്ധിച്ച് വട്ടപൂജ്യമായിരുന്നു. അവിടെ ആന്ധ്രയിൽ ആദ്യമൊക്കെ ജഗൻ പറഞ്ഞിരുന്നത് മുഴുവൻ സീറ്റും ഞങ്ങൾ ജയിക്കും എന്നുള്ളതാണ്. പക്ഷെ അവിടെ ജഗനെതിരായിട്ടുള്ളൊരു വലിയ രീതിയിലുള്ളൊരു ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നുണ്ട്. പിന്നെ അതിനെ ജഗനെ നേരിടുന്നത് ഈ പറഞ്ഞ പോലെ TDPയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ്. BJP ഉണ്ട്, പവൻ കല്യാണിൻ്റെ പാർട്ടിയുണ്ട്. അപ്പോൾ ആ ഒരു വലിയൊരു സഖ്യത്തെ നേരിടാനുള്ള ഒരു പ്രചാരണ തന്ത്രം പുറത്തെടുക്കാൻ ജഗന് പലപ്പോഴും പറ്റിയിട്ടില്ല. അപ്പോൾ അത് ഒരു പക്ഷെ തിരിച്ചടിയാവും. ഭരണവിരുദ്ധ വികാരം കൂടി ഉള്ളതുകൊണ്ട് ആന്ധ്രയിൽ ഈ പറഞ്ഞ പോലെ BJPക്ക് ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഈ തമിഴ്നാട്ടിലൊന്നും ഈ പറഞ്ഞ പോലെ അണ്ണാമലൈ പോലും ജയിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ തമിഴ്നാടിന്റെ കാര്യം പറയുമ്പോഴേ, തമിഴ്നാടും കേരളവും അവർ പറയുന്നത് 2-ലധികം സീറ്റുകൾ അല്ലെങ്കിൽ 3-4 സീറ്റിലേക്ക് വരെ NDA എത്തുമെന്ന് പറയുന്നിടത്താണല്ലോ നമുക്കിത് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇത് വരുന്നത്. കാരണം അത് ഗ്രൗണ്ടിൽ നിന്ന്, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഗ്രൗണ്ടിൽ നിന്ന് നമുക്കത് ഒരിക്കലും ഫീൽ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം കൂടിയാണ് ഇത്രയധികം സീറ്റുകളിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് ശരിക്കും ഈ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നില്ലേ, പ്രത്യേകിച്ച് തമിഴ്നാടും കേരളവും കൂടി പരിഗണിക്കും? ഈ ജിഷ്ണു, ഈ എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് അതിൽ 3 ശരികൾ ഒന്നിക്കേണ്ടതുണ്ട്. ഒന്ന്, ഞാൻ ഒരാൾക്ക് വോട്ട് ചെയ്തു, അത് BJPക്ക് തന്നെയാണ് എന്ന് ഞാൻ പറയണം. അപ്പൊ ആദ്യത്തേത്, ഞാൻ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് ശരിയായിരിക്കണം. രണ്ടാമത്തേത്, ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു മാധ്യമം പറയുകയാണ്, ആ പറച്ചിൽ ശരിയാകണം. അത് രണ്ടാമത്തെ ശരിയാണ്. മൂന്നാമത്തേത്, ഞാൻ അടക്കമുള്ള 100-ൽ 89 പേർ പറഞ്ഞതാണ്
ആ മണ്ഡലത്തിന്റെ ശരിയാകേണ്ടത്. അങ്ങനെയും ആകണമെന്നില്ല. ഇപ്പോ 100 പേർ പറഞ്ഞതാകണം എന്നില്ല 1,00,000 പേരുടെ അഭിപ്രായം. അപ്പൊ 3 ശരികൾ ഒന്നിക്കണം. അങ്ങനെ 3 ശരികൾ തമിഴ്നാട്ടിലും കേരളത്തിലും ഒന്നിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ തമിഴ്നാട്ടിൽ എന്തായാലും 2 or 3 സീറ്റുകളൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ കഴിഞ്ഞ തവണ AIADMKയുടെ സഖ്യമുള്ളതുകൊണ്ട് മാത്രമാണ് NDA സഖ്യത്തിന് 1 സീറ്റ് കിട്ടിയത്. ഇത്തവണ എനിക്ക് തോന്നുന്നില്ല അണ്ണാമലൈ പോലും കോയമ്പത്തൂരിൽ ജയിക്കും എന്ന്. അപ്പൊ എന്തായാലും നമ്മൾ ഫുൾ എനർജിയിൽ നാളത്തേക്ക് തയ്യാറായി കഴിഞ്ഞു. എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി. ഇനി വോട്ട് എണ്ണി തുടങ്ങേണ്ട ആവശ്യമേ ഉള്ളൂ. വെട്ടി തുറന്നാൽ മതി. അത്രേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു. നമുക്ക് എക്സിറ്റ് പോൾ തെറ്റാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു കൂടി അറിയണമല്ലോ. അത് പറയാനും കൂടി ഒരാൾ വന്നിട്ടുണ്ട്. ദിൽന മധുവാണ്. ദിൽനിച്ച് വാ. അതായത് ഈ എക്സിറ്റ് പോൾ ഉണ്ടാക്കിയ പൊല്ലാപ്പ് ചെറുതൊന്നല്ലോ, ഭയങ്കര ചർച്ചകളാണ്. ഇത് ശരിയാവുമോ തെറ്റാവുമോ, കേരളത്തിൽ എന്ത് സംഭവിക്കും, ഭയങ്കര ചോദ്യങ്ങളാണ്. ഇപ്പോൾ എക്സിറ്റ് പോൾ തെറ്റുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. എക്സിറ്റ് പോൾ തെറ്റും എന്നുള്ള ഉറച്ച ബോധ്യമുള്ള ആളുകളുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് വിശകലനങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടല്ലോ. എക്സിറ്റ് പോൾ തെറ്റും എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്തായിരിക്കും? സത്യം പറഞ്ഞാലേ നമുക്കൊരു 2-3 മണിക്കൂർ കാത്തിരിക്കാം, അല്ലെങ്കിൽ മണിക്കൂർ കാത്തിരുന്നാൽ മതി റിസൾട്ട് എന്താണെന്ന്. പക്ഷേ ഈ ആകാംക്ഷ അത് നിൽക്കുവാണല്ലോ. അതുകൊണ്ട് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള എപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഏകപക്ഷീയമായിരുന്നു എല്ലാ എക്സിറ്റ് പോളുകളും. ഏതോ ഒന്നൊഴികെ ബാക്കി എല്ലാവരും വലിയ ഒരു വിക്ടറി NDAക്ക് പറയുന്നുണ്ട്. ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാധ്യമ സ്ഥാപനവും കള്ളത്തരം അല്ലെങ്കിൽ അവർ കിട്ടിയ ഡാറ്റ റിഗ് ചെയ്തിട്ട് വേറെ റിസൾട്ട് എന്തായാലും പുറത്ത് വിടില്ല. പക്ഷേ ഇതിനെപ്പോഴും എറർ ഉണ്ടാകാം. 2 രീതിയിലാണ് എറർ ഉണ്ടാകും. ഒന്നാമത്തത് നമ്മളിടുന്ന സാമ്പിളുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു സാമ്പിൾ എടുത്തിട്ട് നമുക്ക് മുഴുവൻ കേരളത്തിലെ ഈ റിസൾട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം തിരുവനന്തപുരത്തെ സാഹചര്യം തൃശ്ശൂരിലെ സാഹചര്യമൊക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ എടുക്കുന്ന സാമ്പിളുകൾ എവിടെയാണ്, അതിൻ്റെ സാമ്പിൾ സൈസ് ഏതാണ്, അത് വെച്ച് നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ടിലേക്ക് എത്തുന്നത് എന്നത് ആ രീതിയിലുള്ള മാത്തമെറ്റിക്കലായിട്ടുള്ള ലോജിക്കലായിട്ടുള്ള ഒരു എറർ ഇതിലുണ്ടാകാം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അതാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായി തന്നെ തോന്നുന്നത്. ഈ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപ് തന്നെ വലിയൊരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ടായിരുന്നു. മോദി വീണ്ടും 3-ാം വട്ടം മോദി എന്നൊരു വലിയ ആ തോന്നലിലാണ് ഈ ഇലക്ഷൻ തുടങ്ങുന്നത് തന്നെ. പിന്നീട് 2ാം ഘട്ടം 3ാം ഘട്ടം കഴിയുമ്പോൾ BJP അതിന്റെ പ്രചാരണത്തിൽ നടത്തിയ മാറ്റങ്ങളാണ് BJP തന്നെ ഒരു കോൺഫിഡൻസ് കുറവുണ്ടോ എന്ന രീതിയിലേക്ക് ചിന്ത വരുന്നതും പ്രതിപക്ഷത്തിന് സാധ്യതകളുണ്ടെന്ന രീതിയിൽ അവലോകനങ്ങളും അനാലിസിസുകളും വരുന്നതൊക്കെ ആ ഘട്ടത്തിലാണ്. അപ്പം ഇങ്ങനെ മോദി ജയിക്കും, മോദി 3ാം വട്ടം വരും, ഈ രീതിയിൽ ഇവിടെ BJP തന്നെ സർക്കാർ ഉണ്ടാക്കും എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ എങ്ങനെയാണ് എക്സിറ്റ് പോൾ എടുക്കുക? വോട്ട് ചെയ്ത് പുറത്തിറങ്ങുന്ന ആളുകളോട് നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തത് എന്ന് ചോദിക്കുന്നു. അവർ പറയുന്നു. അതിൽ ഞാൻ കൃത്യമായ എൻ്റെ ഉത്തരം പറയണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ അത്രത്തോളം സത്യസന്ധമായി പറയുന്നു എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. ഓൾറെഡി ഇന്നാൾ തന്നെ ജയിക്കുമെന്നൊരു ട്രെൻഡ് ഉണ്ടാകുമ്പോൾ ഞാൻ സത്യസന്ധമായി മറ്റൊരാൾക്കാണ് ചെയ്തതെങ്കിൽ ഉത്തരം പറയാനുള്ള സാധ്യത കുറവാണ്. 2004 സാഹചര്യം, ഈ എക്സിറ്റ് പോളുകൾ തെറ്റാണെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത് 2004 അന്നും ഇതുപോലെ ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിനിലൂടെ BJP തന്നെ വരുമെന്ന് പ്രതിപക്ഷം പോലും പ്രതീക്ഷിച്ചിരുന്ന ഒരു സമയത്താണ് എക്സിറ്റ് പോളുകളൊക്കെ അതിന് അനുകൂലമായിരുന്നു. പക്ഷേ റിസൾട്ട് വേറെയായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഒരു പക്ഷേ ഇപ്പോഴും BJP വരരുത് അല്ലെങ്കിൽ ഒരു മാറ്റം വേണമെന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്. കാരണം ഈ ഓൾറെഡി BJP വരുമെന്നൊരു ട്രെൻഡ്, ആ ട്രെൻഡ് നിലനിൽക്കുമ്പോൾ മറിച്ചൊരു ഉത്തരം പറയാൻ താല്പര്യമില്ലാത്തവർ എക്സിറ്റ് പോളുകൾ തെറ്റുന്നത് പലപ്പോഴും ഈ ഒരു കാര്യത്തിൽ കൂടിയാണ്. കൃത്യമായ ഉത്തരം അവർക്ക് ആളുകൾ കൊടുക്കാത്തതുകൊണ്ട് രണ്ടാമത് സാമ്പിൾ സൈസിലും മറ്റും അനാലിസിലൊക്കെ വരുന്ന വീഴ്ചകൾ, ആ എറർ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. കാരണം ഈ എല്ലാ വോട്ടർമാരെയും നേരിട്ട് കണ്ട് അവരാർക്ക് വോട്ട് ചെയ്തു എന്ന് നമുക്ക് പറഞ്ഞിട്ട് അതിലൊരു ഉത്തരം കണ്ടെത്താൻ പറ്റില്ല. അതിൽ എറർ ഉണ്ടാകും. പക്ഷേ ഇതൊരു പ്രധാനപ്പെട്ട സാഹചര്യം. ഇത്തവണ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മോദി 3ാം വട്ടം വരും എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഉത്തരം പറയാൻ താല്പര്യമില്ലാത്ത, വോട്ട് ചെയ്താൽ പോലും വോട്ട് രഹസ്യ വോട്ടാണല്ലോ, ഉത്തരം അതിൽ താല്പര്യമില്ലാത്ത ആളുകൾ അത് ഒരു പക്ഷേ ഒരു തെറ്റായ ഒരു കണക്കിലേക്ക് എക്സിറ്റ് പോളുകൾ എത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന ആ സമയത്ത് ഫസ്റ്റ് ഇലക്ഷൻ ഷോയിൽ നമ്മളിരുന്ന് ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു ഇന്ത്യ സഖ്യം 200 കടക്കുമോ എന്ന വിഷയം. അപ്പോൾ പല പ്രൊജക്ഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ഇൻ കേസ് എക്സിറ്റ് പോൾ തെറ്റുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇപ്പോൾ ഉള്ള ഈ പ്രൊജക്ഷനിൽ എന്ത് വ്യത്യാസമായിരിക്കും ഉണ്ടാവുമെന്ന് തോന്നുന്നു? മീൻസ് പ്രത്യേകിച്ച് ഈ പറയുന്ന മഹാരാഷ്ട്ര, അതുപോലെ UP, ബീഹാർ ഒക്കെ ഈ പറയുന്നതല്ല അവസ്ഥയെങ്കിൽ എന്തായിരിക്കും ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നത്? ഓരോ സ്ഥലത്തും ഓരോ പോലെ ആയിരിക്കും. എനിക്കിപ്പം ബംഗാളിൽ ഇത്ര വലിയ ഒരു മാറ്റം TMCക്ക് തകർച്ച ഉണ്ടാകുമെന്ന് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. മഹാരാഷ്ട്രയിൽ എന്താ സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. 6 പാർട്ടികളുണ്ട്, 2 സൈഡിലായിട്ട് നിൽക്കുവാണ്. ഇതിൽ ആർക്കാണ് കൂടുതൽ എങ്ങോട്ട് ആൾ പോകുന്നത് പറയാൻ പറ്റില്ല. അങ്ങനെ ദക്ഷിണേന്ത്യയിൽ ഈ എക്സിറ്റ് പോളുകൾ പ്രധാനമായും പറയുന്നത് ദക്ഷിണേന്ത്യയിലുള്ള ഈ BJPയുടെ ഒരു മുന്നേറ്റം
അൺബിലീവബിൾ ആണ്. കേരളത്തിലൊക്കെ 3 സീറ്റ് വരെ പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം പരമാവധി 3 കിട്ടുമോ എന്ന് നമുക്ക് തന്നെ ഇപ്പോൾ സംശയമുള്ള ഒരു സ്ഥലത്തിരിക്കുമ്പോൾ അത് കറക്റ്റ് ആയിരിക്കുമോ എന്നൊരു പ്രശ്നമുണ്ട്. തമിഴ്നാട്ടിൽ ചില എക്സിറ്റ് പോളുകൾ 10 സീറ്റ് വരെ BJP NDAക്ക് പറയുന്നുണ്ട്. അപ്പോൾ ആ സാധ്യതകൾ അത്രത്തോളം ഉണ്ടാവില്ല. ആ എററുകൾ 1-2 സീറ്റ് ഈ പറഞ്ഞ 3-ൽ നിന്ന് ചിലപ്പോൾ 1 ഉണ്ടാവാം, 2 കുറയുകയാണ്, അങ്ങനെയുള്ള എററുകൾ വരുന്നു. ഇൻ ജനറൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, എൻ്റെ വ്യക്തിപരമായ ഇതിൽ NDA തന്നെ വീണ്ടും സർക്കാർ ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ 361, 400, 401 അതൊക്കെ ഒരു വലിയ നമ്പറാണ്, ഹ്യൂജ് നമ്പറാണ്. അതിന് മറിച്ച് ഒരു 300-നടുത്തെന്ന നിലയിൽ ഒരു പക്ഷേ NDA തന്നെ വീണ്ടും അധികാരത്തിൽ വരും. അങ്ങനെ 300-നടുത്ത രീതിയിൽ NDA വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം, ആ സർക്കാർ കുറച്ചും കൂടിയും ആളുകളോട് കുറച്ചും കൂടിയും ഉത്തരവാദിത്തത്തോടെ പെരുമാറേണ്ടി വരും. ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ഉണ്ടാവില്ല. അത് കുറച്ചുകൂടി പോസിറ്റീവായ ഒരു സാഹചര്യമാണ്. പക്ഷേ 360+ എന്ന രീതിയിലേക്ക് NDA വരികയാണെങ്കിൽ അത് ഏകപക്ഷീയമായ ഒരു രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയേക്കാം. സോ എനിക്ക് തോന്നുന്നു NDA തന്നെ സർക്കാർ ഉണ്ടാക്കും, BJP തന്നെ വീണ്ടും മോദി തന്നെ. ഈ ഒരു മാർജിനിലായിരിക്കില്ല ഇത്ര വലിയൊരു മാർജിൻ, ഈ ഒരു ലാൻഡ് സ്ലൈഡ് പ്രതിപക്ഷമേ ഇല്ല എന്ന് തോന്നുന്ന രീതിയിലില്ല. പ്രത്യേകിച്ചും നമ്മൾ ഉത്തർപ്രദേശിന്റെ ഒക്കെ പ്രചാരണത്തിന്റെ ഒക്കെ അവസാന ഘട്ടത്തിൽ ആളുകളുടെ റെസ്പോൺസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊരിക്കലും വോട്ടിൽ പ്രതിഫലിക്കില്ല എന്ന് പറയാൻ ഒരു രഹസ്യ വോട്ടാണല്ലോ, ആളുകൾ സംശയമുണ്ടത്. മാത്രമല്ല നമ്മൾ ചില വീഡിയോകളൊക്കെ കണ്ടില്ലേ, ആളുകൾ ആദ്യം BJP നന്നായി ചെയ്തു എന്ന് പറയുന്നു, പറഞ്ഞു വരുമ്പോൾ അല്ല അവരൊന്നും കാര്യമായിട്ട് ചെയ്തില്ല എന്ന് പറയുന്നു. ഇത് ആളുകളുടെ ഒരു പേടി കൊണ്ടുകൂടിയായിരിക്കാം. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ, വോട്ട് ചെയ്ത ആൾക്ക് തന്നെയാണ് ചെയ്തതെന്ന് ഞാൻ പറയാനുള്ള ധൈര്യം. അത് പ്രത്യേകിച്ചും വളരെ ഏകപക്ഷീയമായിട്ടാണ് രാഷ്ട്രീയ സാഹചര്യം ഉണ്ട് എന്നൊരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ധൈര്യം കുറയും. അതാണ് നല്ല ധൈര്യമുള്ള അഭിപ്രായം പറയാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ആൾ കുറച്ചുകൂടി സത്യസമമായി പറയുകയും എക്സിറ്റ് പോൾ കുറച്ചുകൂടി കറക്റ്റ് ആവുകയും ചെയ്യുന്നതാണെന്ന് തോന്നുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എക്സിറ്റ് പോളുകൾ ഇത്ര ഈ പറയുന്ന നമ്പർ വരില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ താങ്ക്സ്. ബാക്കി നമുക്ക് റിസൾട്ട് വന്നിട്ട്. അതെ, അപ്പോൾ നമ്മൾ ഈ എക്സിറ്റ് പോള് തെറ്റാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള സാധനമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അറിയാനുള്ളത് തീർച്ചയായിട്ടും ഇനി ബാക്കിയുള്ളത് കേരളമാണ്. കേരളത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. കേരളത്തിൽ എന്ത് സംഭവിക്കും എന്നറിയാൻ ഇവിടെ ഒരാളുണ്ട്, അത് മറ്റാരുമല്ല, ശ്രീജ ശ്യാമാണ്. ശ്രീജേച്ചി പ്ലീസ്. അതായത് നമ്മളിപ്പോൾ ഫുൾ എനർജിയിലാണല്ലോ, അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് അറിയാൻ ഇനി കുറച്ച് സമയം കൂടി ബാക്കിയുള്ളൂ. അപ്പോൾ കേരളം ശരിക്കും പറഞ്ഞാൽ ഈ എക്സിറ്റ് പോളൊക്കെ വന്ന സമയത്ത് ലൈവിലിരുന്ന ആളാണല്ലോ ശ്രീജി. അപ്പോൾ എക്സിറ്റ് പോളൊക്കെ വന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടാകാൻ പോകുന്നു. ഇപ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, എന്തായാലും ഈ UDFന്റെ ഒരു അപ്രമാദിത്വം ഉണ്ടാവും എന്നുള്ള കാര്യം എന്തായാലും ക്ലിയർ ആണ്. പക്ഷേ LDF ചിലപ്പോൾ ഒരു സീറ്റിലേക്കോ അല്ലെങ്കിൽ സീറ്റ് ഇല്ലാത്ത അവസ്ഥയിലേക്കോ പോകുന്നുള്ള വിലയിരുത്തലുകളാണ് വരുന്നത്. അതുപോലെ തന്നെ BJP ഭയങ്കരമായി എന്താ പറയുക കൂടുതൽ സീറ്റുകൾ നേടാനുള്ള സാധ്യത ഉണ്ടാകുന്നു. 27% വോട്ടുകൾ നേടുമെന്നാണ് സർവേകൾ പറയുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളുണ്ടല്ലോ, LDFന് എന്ത് സംഭവിക്കും ഇവിടെ, അതുപോലെ NDA കൂടുതൽ വോട്ട് പിടിക്കുമോ, എന്താ തോന്നുന്നത് കേരളത്തിൽ, എന്താ തോന്നുന്നത്? അതങ്ങ് പൂർണ്ണമായി വിശ്വസിക്കാനോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അതുപോലെ തന്നെ സംഭവിക്കുമെന്ന് വിശ്വസിക്കാനോ ബുദ്ധിമുട്ടുണ്ട്. ഒരു കാര്യം ഉള്ളതാണ്, അതായത് BJP ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും കാര്യമായി ഒരു വോട്ട് ഷെയർ കൂട്ടും, അതിൽ സംശയമില്ല. അതിപ്പോൾ നമ്മൾ ഈ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഇലക്ഷൻ സമയത്ത് യാത്ര ചെയ്തപ്പോൾ നമുക്ക് ഫീൽ ചെയ്തതാണ്, ആളുകളിൽ ഒരു താഴെ തട്ടിലടക്കം BJPക്ക് ഇത്തവണ ഒന്നും BJPക്കും അല്ല പറയുന്നത്, മോദിക്ക് ഒരു വോട്ട് കൊടുത്താൽ എന്താ എന്ന് ചോദിക്കുന്ന ആളുകളെ വളരെ വളരെ വ്യാപകമായി കണ്ടു, മുമ്പില്ലാത്ത വിധം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ തോന്നിയിരുന്ന ഒരു പ്രതീതി ഇത്തവണ BJP വോട്ട് ഷെയർ കൂട്ടും. പക്ഷെ അത് ഈ പറഞ്ഞതുപോലെ ഈ എക്സിറ്റ് പോളുകളിൽ പറയുന്നത് പോലെ ഒരു 3-4 സീറ്റിലേക്ക്, അത് BJPക്കാർ പോലും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഒരു സീറ്റിലേക്ക് എണ്ണത്തിലേക്കൊക്കെ എത്തുന്നു. ശരിയാണ്, തിരുവനന്തപുരത്തും തൃശ്ശൂരിലും എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. BJPക്ക് ഒരു പക്ഷേ വേണമെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്ന തരത്തിൽ ഒരു റിസൾട്ട് അവർക്ക് തിരുവനന്തപുരത്തും തൃശ്ശൂരും ഉണ്ടായേക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് 1-2 മണ്ഡലങ്ങളിൽ അവർ ശക്തമായ പ്രകടനം കാഴ്ചവെച്ചേക്കാം. ഇത്രയുമാണ് എനിക്ക് ഇത്രയും ദിവസം നമ്മൾ ഇതൊക്കെ വിലയിരുത്തി കണ്ട് കേട്ട് പഠിച്ചതെന്നൊക്കെ മനസ്സിലാവുന്നത്. പക്ഷെ അപ്പോഴും LDFന് ഈ പറയുന്നത് പോലെ ഒരു സീറ്റും ഇല്ലാതാവുന്ന ഒരവസ്ഥയോ അല്ലെങ്കിൽ അത്രയും മോശം പ്രകടനത്തിലേക്ക് LDF പോകുമെന്ന് തോന്നുന്നില്ല. ഒരു സംസ്ഥാനത്ത് പ്രകടമായി എനിക്ക് തോന്നിയ കാര്യം ജിഷ്ണു, 2 തരം ഭരണവിരുദ്ധ വികാരവും ആളുകളിൽ പ്രകടമായിരുന്നു. ഒന്ന്, കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനോടുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ വിയോജിപ്പുകൾ. ഒപ്പം ഇതൊരു ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്, പാർലമെന്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക വിഷയങ്ങളല്ല ചർച്ചയാവേണ്ടത്. പക്ഷേ
ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് അയാൾക്ക് പെൻഷൻ കിട്ടിയോ, അയാൾക്ക് ഓട്ടോയിൽ കയറി പോകുമ്പോൾ ഓട്ടോ കൂലി കൂടിയിട്ടുണ്ടോ, പച്ചക്കറിയുടെ വില കൂടിയിട്ടുണ്ടോ, ഇതൊക്കെ വെച്ചിട്ട് അയാൾ ഇവിടെ മുന്നിൽ കിട്ടുന്ന ആദ്യത്തെ അവസരം ഈ തെരഞ്ഞെടുപ്പാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ ഇപ്പൊ എനിക്കറിയാവുന്ന സർക്കാർ ഇതാണ്, എന്നാ പിന്നെ ഇവർക്കിട്ട് തന്നെ ഒന്ന് ഇവരോടുള്ള പ്രതിഷേധം അറിയിച്ചേക്കാം എന്ന രീതിയിലുള്ള 2 തരം ആന്റി ഇൻകംബൻസി ഉണ്ട്. അപ്പൊ ഇത് ഏതാണ് ഒരാൾ എടുത്ത് വോട്ട് ചെയ്തിട്ടുള്ളതെന്ന് ആ വോട്ട് ചെയ്ത മനുഷ്യനെ അറിയുള്ളൂ. ഇപ്പം ഞാൻ ആ സമയത്ത് ലൈവിൽ ഇരിക്കുമ്പോൾ തന്നെ പറയുന്നത്, ജിഷ്ണു വോട്ട് ചെയ്തു, ജിഷ്ണു വോട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ജിഷ്ണുവിനോട് ചോദിക്കുന്നത് ആർക്കാ വോട്ട് ചെയ്തതെന്ന്. ജിഷ്ണു പറയാണ് ഞാൻ ചെയ്തത് ഇന്ന ആൾക്കാണെന്ന് പറയുന്നത് വിശ്വസിക്കാനേ തരുള്ളൂ. അയാൾ വോട്ട് ചെയ്തത് എന്താണെന്ന് അറിയണമെങ്കിൽ നാളെ ഈ നേരം ആവണം, പെട്ടി തുറക്കണം. അപ്പൊ അതുവരെ ഈ സ്പെക്കുലേഷൻസും ഒക്കെ അതിന് ഒരു രാത്രിയുടെ ആയുസും കൂടെ ഉള്ളൂ. നാളെ നമുക്ക് കൃത്യം അറിയാലോ. പക്ഷെ എന്തായാലും ഈ എക്സിറ്റ് പോളുകൾ അങ്ങനെ അപ്പടി വിഴുങ്ങാൻ എനിക്ക് കഴിയില്ല. LDF-ന് വലിയ രീതിയിൽ ഒരു മികച്ച പ്രകടനമൊന്നും നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവര് ഒരു സീറ്റല്ലേ ഉള്ളൂ, ഇനിയിപ്പോ ഒരെണ്ണം കൂടെ കിട്ടിയാൽ തന്നെ 100% വിജയമായല്ലോ, അപ്പൊ പിന്നെ പ്രശ്നമില്ല. പക്ഷേ BJP-യുടെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഞെട്ടിക്കുന്ന ഒരു ജനവിധി വരുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ കേരളത്തിൽ ഒരു പക്ഷേ മുമ്പില്ലാത്ത തരത്തിൽ ഒരു ട്രെൻഡിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് ഒരു സൂചന വെച്ചേക്കാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ ഡെസ്കിലൊക്കെ ഇരിക്കുമ്പോഴേ ഡെസ്കിലൊരു വൈബ് ഇങ്ങനെ ഇന്ത്യ സഖ്യത്തെ പിന്തുണയ്ക്കുന്നവർ വലിയ നിരാശരായി, എല്ലാ പ്രതീക്ഷ നഷ്ടപ്പെട്ടാണ് ഇപ്പൊ ഉള്ളത്. എല്ലാവർക്കും ഇന്നൊരു രാത്രിയുടെ ഒരു പ്രതീക്ഷയും കൂടി ഉണ്ട്. ഇപ്പോഴും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. ഭൂപേഷേട്ടൻ പറഞ്ഞ നാളെ 11 മണി വരെയെങ്കിലും മറ്റേ ഏതോ സിനിമയിൽ പറയുന്നില്ല അവസാന നിമിഷം വരെ ആത്മവിശ്വാസം നല്ലതാണെന്ന്. അതുപോലെ നമ്മൾ ആദ്യ ഘട്ടത്തിലെ നമ്മള് ജിഷ്ണു മറ്റേ ഇലക്ഷന്റെ വോട്ടിങ്ങിന്റെ തലേ ദിവസം ചെയ്ത പരിപാടി കഴിഞ്ഞപ്പോ നമുക്ക് ഇതിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് പിന്നെ നിങ്ങൾക്കൊരു കൊടിയും കൂടെ വെച്ചൂടെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ പൊളിറ്റിക്സ് ഒക്കെ ഡിഫറെന്റ് ആണ്, പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങൾ ഉണ്ടാവും. അതുപോലെ ഇന്നത്തെ ഒരു രാത്രി കൂടി പ്രതീക്ഷകളുടെ കിടക്കമേലാണ് ആളുകൾ കിടന്നുറങ്ങുന്നത്. അതിൽ താമര വിരിയോന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ടാവും, താമര കരിഞ്ഞുണങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ടാവും, ഇന്ത്യ സഖ്യം പൂത്തുലയെന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട്. അപ്പൊ അവരിൽ ചെറിയ ഏറിയും കുറഞ്ഞൊക്കെ അങ്ങനെ വരുമ്പോഴും നമ്മൾ അപ്പൊ പറയണ്ടേ എക്സിറ്റ് പോൾ അല്ലേ, ചിലപ്പോ ഇതിങ്ങനെ ആയിരിക്കില്ല എന്ന് പറഞ്ഞ് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. അവസാന നിമിഷം വരെ നല്ലതാ. അപ്പോ കേരളത്തെ പറ്റി ഇതാണ് പറയാനുള്ളത്. നമ്മളിങ്ങനെ ഓരോ വഴിക്ക് ഇതെല്ലാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ ആശങ്കകൾ ഉള്ള ആളുകളുണ്ട്, വലിയ ശുഭാപ്തി വിശ്വാസമുള്ള ആളുകളുണ്ട്, വലിയ രീതിയിൽ കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഇതൊക്കെയാണ് മറുപടികൾ.